അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബറാത്ത് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മലബാർ ഏരിയകളിൽ ബറാത്തിന് സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ പായസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ജീരകശാല അരിയാണ്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. ശേഷം ഇത് തേങ്ങാപ്പാലിൻ്റെ 3-ാം പാലിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് മൈദ വെള്ളത്തിൽ കലക്കി അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയുടെ മിക്സും മൈദയുടെ മിക്സും നന്നായി കുറുക്കിയെടുക്കാം. ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 ഏലക്കായ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 തേങ്ങയുടെ പാലാണ്. ഈ തേങ്ങയിൽ നിന്ന് ഞാൻ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3-ാം പാലാണ് ഫസ്റ്റ് അരി അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇപ്പോൾ 2-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറുകി വന്നാൽ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതുവരേക്കും ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 നേന്ത്രപ്പഴം കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായി കട്ട് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യണം. പായസത്തിൽ നിന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി പഴം ഇതിൽ കിടന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ബദാം തൊലി കളഞ്ഞതും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കപ്പ് വേവിച്ചെടുത്ത കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു തിള വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ ബറാത്ത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.